ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി.ജെ.പിക്ക് പ്രതീക്ഷിക്കത്തക്ക വണ്ണമുള്ള നേട്ടങ്ങൾ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഉണ്ടായില്ല. പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുമൊക്കെ അവർക്ക് നേരിയ തോതിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയതായി വരുന്ന വാർത്തകൾ ഏറെ സന്തോഷം പകരുന്നതാണ്. ബി.ജെ.പിയെ സംബന്ധിച്ച് ത്രിപുരയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിൽ 2ഉം ബി.ജെ.പി നേടിയിരുന്നു. ഇപ്പോൾ അവിടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ 22-ാം തീയതി, അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ സ്ഥാനാർത്ഥിത്വ പത്രിക പിൻവലിക്കുന്ന അവസാന തീയതി ആയിരുന്നു. അതിനുശേഷം ഇതാ പുതിയൊരു വാർത്ത എത്തിയിരിക്കുന്നു. ബി.ജെ.പി എതിരില്ലാതെ 71% സീറ്റുകളിലും ജയിച്ചിരിക്കുന്നു. ടോട്ടൽ സീറ്റ് 6889 അതിൽ 4805 സീറ്റിൽ ബി.ജെ.പി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത. ഇനി അവിടെ നടക്കാനുള്ള തെരഞ്ഞെടുപ്പ് 1819 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ആണ് മത്സരമുള്ളത്. അതിൽ ബി.ജെ.പി 1809 സീറ്റിലേക്ക് മത്സരിക്കുന്നു. 138 സീറ്റിലേക്ക് അവരുടെ സഖ്യകക്ഷിയായ തിപ്ര മോദ പാർട്ടി മത്സരിക്കുന്നു. CPM 1222 സീറ്റിൽ മത്സരിക്കുന്നു. അവരുടെ സഖ്യകക്ഷിയായ കോൺഗ്രസ് 731 സീറ്റിൽ മത്സരിക്കുന്നു. അതായത് ഇനി മത്സരമുള്ളത് കേവലം 1819 സീറ്റുകളിലേക്ക് മാത്രമാണ്. ഇനി ഗ്രാമപഞ്ചായത്ത് സമിതികളിലേക്ക് വന്നാൽ 423 സീറ്റുകളാണ് അവിടെ ഉള്ളത്. അതിൽ 235 സീറ്റുകളും ബി.ജെ.പി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 188 സീറ്റുകളിലേക്കാണ് ഇനി മത്സരം. 116 സീറ്റുകളാണ് ജില്ലാ പഞ്ചായത്ത് പരിഷത്തിലേക്കുള്ള. അതിൽ 20 സീറ്റുകൾ ബി.ജെ.പി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 96 സീറ്റിലേക്കാണ് മത്സരം. ഏതായാലും ബാക്കിയുള്ള കുറഞ്ഞ സീറ്റുകളിലേക്ക് നടക്കുന്ന മത്സരത്തിൻ്റെ ഫലം ഓഗസ്റ്റ് 12 അറിയാൻ കഴിയും. ബി.ജെ.പിയെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. ടോട്ടൽ അവിടെ ത്രിതല പഞ്ചായത്തിൽ, അതായത് ജില്ലാ പരിഷത്തിലേക്കും ഗ്രാമപഞ്ചായത്ത് സമിതിയിലേക്കും മറ്റുമുള്ള എല്ലാ ടോട്ടൽ സീറ്റാണ് 6889. അതിൽ ബി.ജെ.പി നേടിയത് 4805 സീറ്റ്. എതിരില്ലാതെ ബി.ജെ.പിയുടെ ഒരു സുനാമി ത്രിപുരയിൽ എന്ന് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.